ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ പുട്ടും കുറ്റി ആദ്യം തന്നെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമുമാണ് പുട്ട് ഐസ്ക്രീമിൽ വേണ്ടത്. ഇതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടി, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കോൺഫ്ലേക്സ്, ഉണക്കമുന്തിരി, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബദാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 തരം ഐസ്ക്രീമാണ്. മാംഗോ, കോക്കനട്ട്, കോട്ടൺ ക്യാൻഡി ഫ്ലേവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. പുട്ടുകുറ്റിയുടെ ചില്ലോടുകൂടി തന്നെ ഫ്രീസറിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കോക്കനട്ട് ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഐസ്ക്രീം ഓരോ ലെയർ ചേർക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും നട്ട്സ് ചേർത്ത് കൊടുത്ത ശേഷം അടുത്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയർ ഞാൻ കോട്ടൺ ക്യാൻഡി ഫ്ലേവറാണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ഇതൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയർ ഞാൻ മാംഗോ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നട്ട്സ് ചേർത്ത് കൊടുത്ത ശേഷം ലാസ്റ്റ് ലെയർ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നട്ട്സും കൂടെ ചേർത്ത ശേഷം അടച്ചു വെച്ച് ഫ്രീസറിൽ മിനിമം 4 മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം പുട്ട് റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീം നല്ല ഹാർഡായിട്ടാണുള്ളതെങ്കിൽ 2 മിനിറ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ച ശേഷം സെർവ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പുട്ടുകുറ്റിയിൽ ഫില്ല് ചെയ്ത നട്ട്സിൻ്റെ ബാക്കിയാണിത്. ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചില്ലെടുത്ത് മാറ്റാം. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.